ഹലോ എവരിവൺ, നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് ആക്ച്വലി ട്യൂട്ടറിംഗ് എന്നുള്ളതാണ്. നിങ്ങളൊരു കോച്ചിങ് സെൻറ്റർ നടത്തുന്ന ഒരാളാണെങ്കിൽ അത് ഒരു സ്കൂൾ ബേസ്ഡ് ആയിട്ടുള്ള ട്യൂഷൻ സെൻറ്റർ ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു PSC പോലുള്ള അല്ലെങ്കിൽ JEE, നീറ്റ്, നെറ്റ് പോലുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിന് നടത്തുന്ന കോച്ചിങ് സെൻറ്റർ ആയിക്കോട്ടെ, നിങ്ങളത് ഓഫ്ലൈൻ ആയിട്ടാണ് നടത്തുന്നതെങ്കിൽ നിങ്ങൾ അതിലുള്ള ഫീസ് മാനേജ് ചെയ്യുന്ന രീതി, അല്ലെങ്കിൽ കുട്ടികളുടെ അറ്റൻഡൻസ് ട്രാക്ക് ചെയ്യുന്ന രീതി എല്ലാം ഒരു ട്രഡീഷണൽ വേയിലായിരിക്കും, ഒരു പേപ്പർ വർക്കിലായിരിക്കും. നിങ്ങളിപ്പോൾ കുട്ടികളുടെ അറ്റൻഡൻസ് ട്രാക്ക് ചെയ്യുന്നത് അറ്റൻഡൻസ് രജിസ്റ്റർ വെച്ചിട്ടായിരിക്കും മാർക്ക് ചെയ്യുന്നത്, അവരുടെ ഫീസ് കളക്ട് ചെയ്യുന്നത് റെസിപ്റ്റ് വഴിയായിരിക്കും. അപ്പം ഇത്തരം ട്രഡീഷണൽ ആയിട്ടുള്ള പേപ്പർ വർക്ക് രീതികൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിന് ഒരുപാട് ലിമിറ്റേഷൻസുകളുണ്ട്. കോഡിക്കലായിട്ട് നമ്മൾ ആ ഒരു പേപ്പേഴ്സുകൾ കളക്ട് ചെയ്ത് സൂക്ഷിക്കേണ്ടി വരും. പിന്നെ അത്തരം പേപ്പേഴ്സുകൾ നഷ്ടപ്പെട്ടു പോകാനുള്ള ഒരു സാധ്യത, പിന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ ഒരു ടൈം കൺസ്യൂമിങ്, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ, ലിമിറ്റേഷൻസുകൾ നമുക്കുണ്ടായിരിക്കും. അപ്പം അത്തരം ലിമിറ്റേഷൻസുകളെ മറികടക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ട്യൂട്ടറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ട്യൂട്ടറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, നിങ്ങളൊരു കോച്ചിങ് സെൻറ്റർ നടത്തുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ട്രഡീഷണൽ വേയിൽ നിന്നും മാറിക്കൊണ്ട് അതിനെ എല്ലാം ഓർഗനൈസ് ചെയ്തിട്ട് ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലോട്ട് ആക്കാൻ സഹായിക്കുന്ന ഒരു സിസ്റ്റത്തിനെയാണ്, അല്ലെങ്കിൽ ഒരു ആപ്പിനെയാണ്, ഒരു പ്ലാറ്റ്ഫോമിനെയാണ് ഈ ട്യൂട്ടറിംഗ് എന്നുള്ളത് നമുക്ക് ബേസിക്കലി പറഞ്ഞു വെക്കാം. അപ്പോൾ ഈ ട്യൂട്ടറിംഗിൽ എന്തൊക്കെ സഹായങ്ങളാണ്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക? നമ്മുടെ അറ്റൻഡൻസിനെ വളരെ ഈസി ആയിക്കൊണ്ട് മാനേജ് ചെയ്യാൻ നമുക്ക് ട്യൂട്ടറിംഗ് വഴി സാധിക്കും. അതേപോലെ തന്നെ കുട്ടികളുടെ ഫീസ് നമുക്ക് വളരെ ഈസി ആയിക്കൊണ്ട് മാനേജ് ചെയ്യാൻ നമുക്ക് സഹായിക്കും. ഇപ്പോൾ നിങ്ങൾ കുട്ടികളുടെ ഫീസ് നമ്മൾ മാർക്ക് ചെയ്യുകയാണ്, ഓരോ മാസത്തത് നമ്മൾ ഓരോ ദിവസത്തെ അവരുടെ അറ്റൻഡൻസ് നമ്മൾ മാർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു കുട്ടി വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ കുട്ടിയുടെ പാരൻറ്റിൻ്റെ വാട്സപ്പിലോട്ട് ഒരു നോട്ടിഫിക്കേഷനായിട്ട് പോകും, നിങ്ങളുടെ കുട്ടി ഇന്ന് ഹാജരായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ ഫീസ് മന്ത്ലി കളക്ട് ചെയ്യുന്ന ഫീസിൽ ഒരു കുട്ടി, അല്ലെങ്കിൽ കുറച്ച് കുട്ടികൾ ഫീസ് ഇന്ന് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ കുട്ടികൾക്ക് ഓട്ടോമാറ്റിക്കലി ആ കുട്ടികളുടെ പാരൻസിന് വാട്സപ്പിലൂടെ മെസ്സേജ് പോകും, നിങ്ങളുടെ കുട്ടി ഈ മാസത്തെ ഫീസ് അടച്ചിട്ടില്ല എന്നുള്ള രൂപത്തിൽ. അങ്ങനെ അറ്റൻഡൻസ് മാർക്ക് ചെയ്യുന്നതിലും ഫീസ് കളക്ട് ചെയ്യുന്നതിലും നമുക്ക് ഈ എക്സാംസുകൾ മാർക്ക് ചെയ്യുന്നതിലും ഒക്കെ വളരെ ഹെൽപ്ഫുള്ളായിട്ട് ഓർഗനൈസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ അത്തരം കാര്യങ്ങളെയൊക്കെ വളരെ ഈസി ആയിക്കൊണ്ട് ഒറ്റൊരു പ്ലാറ്റ്ഫോമിൽ, ഒറ്റൊരു സിസ്റ്റത്തിൽ ഓർഗനൈസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റത്തിനെയാണ്, ഒരു പ്ലാറ്റ്ഫോമിനെയാണ് നമുക്ക് ട്യൂട്ടറിംഗ് എന്നുള്ളത് ബേസിക്കലി പറയാം. അപ്പോൾ ഇതിൽ ട്യൂട്ടറിംഗിലെ ഏറ്റവും ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് പാരൻസിന് സെപ്പറേറ്റ് ആയിട്ട് ഇതിൽ പോർട്ടൽ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പം ഒരു പാരൻറ്റിന് തൻ്റെ കുട്ടിയുടെ പ്രോഗ്രസ് അറിയണമെന്നുണ്ടെങ്കിൽ ട്യൂട്ടറിംഗിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ ട്യൂട്ടറിംഗ് ഇല്ലാത്ത ഒരു കോച്ചിങ് സെൻറ്റർ ആണെന്നുണ്ടെങ്കിൽ സാധാരണയായിക്കൊണ്ട് പാരൻസ് ചെയ്യാറുള്ളത് ഒന്നെങ്കിൽ ആ ഒരു ട്യൂഷൻ സെൻറ്ററിൽ പോയിട്ട് വിസിറ്റ് ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ വിളിച്ച് ചോദിക്കുക എന്നുള്ളതാണ്, എന്താണ് എൻ്റെ കുട്ടിയുടെ അവസ്ഥ എന്നുള്ളത്. അപ്പം അത്തരം ബുദ്ധിമുട്ടുകളൊക്കെ ഈ ട്യൂട്ടറിംഗ് ഉപയോഗിക്കുന്നതിലൂടെ മറികടക്കാൻ പറ്റും. ഒരു പാരൻറ്റിന് തൻ്റെ കുട്ടിയുടെ ഒരു സെപ്പറേറ്റ് പാരൻറ്റ് പോർട്ടൽ എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട് ആപ്പിൽ, അല്ലെങ്കിൽ നമ്മുടെ ട്യൂട്ടറിംഗിൻ്റെ പ്ലാറ്റ്ഫോമിൽ. അതിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് എൻ്റെ കുട്ടിയുടെ ഇപ്പോഴത്തെ ഒരു പ്രോഗ്രസ് എന്നുള്ളത് വളരെ ഈസി ആയിക്കൊണ്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ആ കുട്ടി ഇന്ന് ക്ലാസ്സിൽ ഹാജരായിട്ടുണ്ടോ, അല്ലെങ്കിൽ കഴിഞ്ഞ മാസം ഏതൊക്കെ ദിവസങ്ങളിലാണ് ആബ്സെൻ്റ് ആയിട്ടുള്ളത്, കുട്ടി ഏതൊക്കെ മാസത്തിലുള്ള ഫീസ് അടച്ചിട്ടുണ്ട്, ആ കുട്ടിയുടെ എക്സാമിൻ്റെ പ്രോഗ്രസ് എന്താണ്, ഇത്തവണ ഈ മന്തിൽ നടത്തിയിട്ടുള്ള എക്സാമും കഴിഞ്ഞ മന്തിൽ നടത്തിയിട്ടുള്ള എക്സാമിലും എങ്ങനെയാണ് കുട്ടിയുടെ പെർഫോമൻസ് വന്നിട്ടുള്ളത്, മാർക്ക് കുറയാണോ കൂടുകയാണോ ഒക്കെ ചെയ്തിട്ടുള്ളത്. ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിക്കൊണ്ട് ട്യൂട്ടറിംഗിൽ കയറി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇത് ട്യൂട്ടറിംഗിൻ്റെ ഒരു ബേസിക് ജസ്റ്റ് ഒരു ഓവറോൾ ഐഡിയ നിങ്ങൾക്ക് തന്നതാണ്. ട്യൂട്ടറിംഗുമായി ബന്ധപ്പെട്ടിട്ട് വരും വീഡിയോസുകളിൽ നമ്മൾ അതിനെ ഡീറ്റെയിൽ ആയിക്കൊണ്ട് ഓരോ ഫംഗ്ഷൻസുകളും കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ താങ്ക് യു.